നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അതിനുള്ള പരമ്പരാഗത ചികിത്സാ രീതികളുമാണ്. അപ്പൊ ഇന്ന് എന്റെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അറിവ് പകർന്നു തരാൻ എന്നോടൊപ്പം ഉള്ളത് ഓറ ആയുർവേദിക് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതിനുള്ള പരമ്പരാഗത ചികിത്സാ രീതികളുമാണ്. നമുക്ക് പലപ്പോഴും അറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും മരുന്നിന്റെ ഒരു സ്റ്റോക്ക് കാണും. ഒന്നെങ്കിൽ ജലദോഷത്തിനുള്ള അല്ലെങ്കിൽ ചൂടിനുള്ള അങ്ങനെ സ്റ്റോക്ക് എപ്പോഴും കാണും. എപ്പോഴായിരിക്കും ഡോക്ടർ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമായി ഒരു ആയുർവേദ ഡോക്ടറിനെ അല്ലെങ്കിൽ പരമ്പരാഗത ചികിത്സാ രീതികൾ തേടി പേരൻസ് കുട്ടികളെ കൊണ്ട് വരുന്നത്? ഇത് ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ മിക്ക വീടുകളിലും പരിശോധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുകുട്ടികൾ ഉള്ള വീടുകളിലെല്ലാം ആണെങ്കിൽ ഒരു ചെറിയ വൈദ്യശാല തന്നെ അല്ലെ, അലോപ്പതി മരുന്നുകളാണെങ്കിലും ഇനി ആയുർവേദ മരുന്നുകളുടെ എല്ലാം തന്നെ ഒരു വലിയ സ്റ്റോക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ഞങ്ങളുടെ എല്ലാം അടുത്തേക്ക്, അതായത് ഈ പറഞ്ഞ പോലെ പരമ്പരാഗത ചികിത്സകൾ, അത് ആയുർവേദമാകട്ടെ, പ്രകൃതിയാകട്ടെ, യുനാനിയാകട്ടെ, സിദ്ധിയാകട്ടെ, ഇതിലേക്കെല്ലാം നമ്മളെല്ലാം തന്നെ സാധാരണ സമൂഹം ഈ പരമ്പരാഗത ചികിത്സകളും പ്രകൃതി ചികിത്സയും എല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് പലപ്പോഴും വാതരോഗങ്ങളും അതല്ലെങ്കിൽ കഫസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളുമായിട്ടാണ് സാധാരണയായിട്ട് ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. എങ്കിൽ തന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാകുമ്പോൾ പല മാതാപിതാക്കൾക്കും ഉള്ള ഒരു പേടി തന്നെ ഇതൊരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് കരുതാൻ സാധിക്കുമോ, ഇത് ചെയ്യുന്നത് അപകടകരമാണോ, ഇങ്ങനെയുള്ള പല രീതികളുമുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും പല കാരണങ്ങളുണ്ടാകാം. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില മാധ്യമങ്ങളിലെങ്കിലും ഈ പറഞ്ഞ പരമ്പരാഗത ചികിത്സാ രീതികളിലുള്ള മരുന്നുകളെ കുറിച്ച് ചില നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റു ചില മാധ്യമങ്ങളാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഭീതി പല രോഗങ്ങളെയും കുറിച്ച് മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, എന്നാൽ തന്നെ അപ്പോൾ ഇന്ന് ഫേസ്ബുക്കും ഇതേപോലെ തന്നെ അപ്പോൾ വാട്സപ്പും എല്ലാം തന്നെ വളരെ പ്രചാരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ശരിയായിട്ടുള്ള അറിവും തെറ്റായിട്ടുള്ള അറിവും ഏത് എന്ന് തിരിച്ചറിയാനായിട്ട് പലർക്കും കഴിയാത്ത ഒരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളുടെ എല്ലാം അടുത്തേക്ക് കുട്ടികൾ വരുന്നത് ഒന്ന് ആവർത്തിച്ച് ഒരു അസുഖം വരിക. അതായത് ഉദാഹരണത്തിന് നമ്മൾ പനി തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു വട്ടം പനി വന്നാൽ ഇപ്പോൾ കുറച്ച് മരുന്നുകളെല്ലാം കഴിച്ചത് മാറുന്നു. പക്ഷേ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഈ ആരോഗ്യ പ്രശ്നം അടിക്കടി ആവർത്തിച്ച് വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മളുടെ അടുത്തേക്ക് ഇത് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് സ്കൂളുകളിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ അന്നേരം തൊട്ട് കുട്ടിക്ക് എന്നും പനിയാണ്, വളരെ പല മാതാപിതാക്കളും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ പ്രശ്നങ്ങളൊന്നും സ്കൂളിൽ പോയി. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ രോഗപ്രതിരോധ ശേഷി, കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി, നമ്മൾ പറയുമല്ലോ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, അപ്പോൾ ഇത് കുറയുന്നത് കൊണ്ടാണ്, ഈ ഒരു നാച്ചുറൽ റെസിസ്റ്റൻസ് പവർ കുറയുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് ഈ രീതിയിൽ അടിക്കടി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. മറ്റ് ഒരു സാഹചര്യം, ചില രോഗങ്ങൾ കുറെ കാലമായിട്ട് നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ വഴി ചികിത്സിച്ചിട്ടും ഫലം കാണാതെ വരുന്നു. എന്നാൽ ശരി, ഇത്രയും കാലം ഇത് നോക്കി, എന്നാലൊന്ന് ശരിയൊന്ന് നമുക്കൊന്ന് ഇത് നോക്കി കളയാം എന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ അങ്ങനെ വരുന്ന വേറൊരു കൂട്ടരുണ്ട്. അപ്പോൾ ആദ്യത്തത് അടിക്കടി വരുന്ന രോഗങ്ങൾ. രണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ കാലം ചികിത്സിച്ചിട്ട് ഫലം കാണാത്ത, വേണ്ട രീതിയിൽ ഇത് മാറിപ്പോകാത്ത രോഗങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ എക്സിമയും കരപ്പൻ പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. കുട്ടികളിൽ കുറെ കാലം ഇത് ചികിത്സിച്ച് കഴിയുമ്പോഴും ചില കുട്ടികളിലെങ്കിലും ഇത് മാറാതെ നിൽക്കുന്നു. പല മരുന്നുകൾ മാറി കൊടുത്തിട്ട് മാറാതെ നിൽക്കുന്നു. വലിയ ആന്റിഹിസ്റ്റമിൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അലർജിയുടെ ലെവൽ കുറയ്ക്കാനുള്ള മരുന്നുകൾ. ഇതെല്ലാം കൊടുത്തിട്ടും ചൊറിച്ചിലും അസഹ്യമായിട്ടുള്ള സ്കിന്നിന് നീറ്റലും എല്ലാം കൊണ്ട് നടക്കുന്നു കുട്ടി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പലപ്പോഴും ഒരു ഫലപ്രദമായ ചികിത്സ ഇല്ല എന്ന ഒരു സാങ്കത്യമുള്ള ചില പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് നമുക്ക് അതിൽ പറയാൻ കഴിയും ഓട്ടിസം അടക്കമുള്ള പ്രശ്നങ്ങൾ. ഇതിനെല്ലാം ഒരു ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും വരെയായിട്ട് പറയാൻ കഴിയുകയില്ല. ഈ മരുന്ന് കഴിക്കും ഓട്ടിസം മാറും എന്ന്. അങ്ങനെയുള്ള ഇതിന് കുറെ ആളുകൾ ഇതേപോലെ തന്നെ വരാറുണ്ട്. അതിൽ തന്നെയാണ് പലപ്പോഴും ഈ പറഞ്ഞ കുട്ടികൾക്കുള്ള ADHD മുതലായ ഇതിനെല്ലാം പലർക്കും കുട്ടികൾക്ക് സൈക്കാട്രിക് ഡ്രഗ്സും മറ്റും കൊടുക്കുന്നതിനോട് എതിർപ്പുള്ള ധാരാളം മാതാപിതാക്കളുണ്ട്. അവർ നമ്മളുടെ അടുത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചികിത്സകൾ തേടി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 രീതിയിലാണ് നമ്മളുടെ അടുത്തേക്ക് കുട്ടികളുമായിട്ട്
സാധാരണയായിട്ട് മാതാപിതാക്കൾ വരുന്നത്. അപ്പൊ ശരിക്കും ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പൊ വിട്ടുമാറാതെ ഇങ്ങനെ കുട്ടികൾക്ക് ജലദോഷം വരുന്നത് അല്ലെങ്കിൽ പനി വരുന്നത്, അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുക? ഇത് ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇത് പലപ്പോഴും ഒരു കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വിഷ്യസ് സർക്കിളായിട്ട് മാറുകയാണ്. അതായത് നമ്മൾ പറയുമല്ലോ, ഒരു കുരുക്കിൽ അകപ്പെടുക എന്ന് പറയുന്ന അവസ്ഥയിലാണ് പലപ്പോഴും കുട്ടികളുടെ ഇന്നത്തെ ഇൻഫെക്ഷൻ മാനേജ്മെന്റ് നടക്കുന്നത്. കുട്ടിക്ക് കടുത്ത രീതിയിലുള്ള പനി വന്നു, അതുമല്ലെങ്കിൽ ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു എന്നിരിക്കട്ടെ, കടുത്ത ചുമയും ഇതുമെല്ലാമായിട്ട് സ്വാഭാവികമായും നമുക്കറിയാം ഇവിടെ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ കുറച്ച് ദിവസം കൊടുക്കുന്നു, ഇത് ഒന്ന് അടങ്ങുന്നു. പക്ഷേ വീണ്ടും ഇത് കുറച്ച് ദിവസത്തിന് ശേഷം ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂളിലേക്ക് പോയി കഴിയുമ്പോഴേക്കും വീണ്ടും ഇൻഫെക്ഷൻ വരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ആന്റിബയോട്ടിക്കുകൾ അതുമല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള മരുന്നുകൾ കഴിക്കുന്നു. ഇങ്ങനെ ഇത് കുറെ കാലം അടിക്കടി ഈ രീതിയിൽ ആന്റിബയോട്ടിക്കുകൾ പലപ്പോഴും ഇതുകൊണ്ട് സംഭവിക്കുന്നത്, ഈ ആന്റിബയോട്ടിക്കുകളും മറ്റും കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോഴ്സ്, അത് ഏത് ആന്റിബയോട്ടിക്കുകൾ എന്നല്ല, അത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മരുന്നുകളാകട്ടെ, പരമ്പരാഗത ചികിത്സാ രീതികളിലെ മരുന്നുകളാകട്ടെ, ആയുർവേദത്തിന്റെ ആകട്ടെ, പ്രകൃതിയുടെ ആകട്ടെ, ഏത് തരത്തിലുള്ള മരുന്നുകളും ഡോക്ടർ പറയുന്ന ഡോസേജ് കറക്റ്റായിട്ട് പാലിച്ച് കഴിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് മാതാപിതാക്കൾ രണ്ടുപേരും ജോലിയിലായിരിക്കും, പലപ്പോഴും മരുന്നുകളും മറ്റും കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്നത് ഒന്നുകിൽ ഹൗസ് മെയ്ഡിന്റെ അടുത്തായിരിക്കും, അതുമല്ലെങ്കിൽ കുട്ടികളെ ബേബി സിറ്റിങ്ങിന് ഇരുത്തുന്നിടത്തായിരിക്കാം. അവരവരുടെ സൗകര്യം നോക്കിയിട്ട് പലപ്പോഴും കുട്ടി 2 കരച്ചിൽ എറിഞ്ഞാലും മരുന്ന് വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വേണ്ട രീതിയിൽ ഡോസേജ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ആന്റിബയോട്ടിക്കുകളെ കണ്ണടച്ച് കുറ്റമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ, കാരണം ഓരോ സിസ്റ്റത്തിനും ഓരോ ചികിത്സാ സമ്പ്രദായത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള പരിമിതികളുമുണ്ട്. ഉദാഹരണത്തിന് അപ്പൻഡിസൈറ്റിസ് ഇളകിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് ശരി ഇതിന് അരിഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ലേപനം പുരട്ടി ഈ വേദന മാറ്റണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ചില കണ്ടീഷനുകളിൽ ആ സമയത്തെ എമർജൻസി മാനേജ്മെന്റിന് നമ്മളുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ ഇതേപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ട് ചില കാര്യങ്ങളിൽ. അപ്പോൾ പലപ്പോഴും പെയിൻ മാനേജ്മെന്റിലും മറ്റും എനിക്കത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമ്യക്കായിട്ടുള്ള ഒരു നമ്മൾ പറയുമല്ലോ ഒരു ഔട്ട്ലുക്ക് ഇതിനെക്കുറിച്ച് ആവശ്യമാണ്. അപ്പോൾ ഇത് ഈ ആന്റിബയോട്ടിക്കുകളെ കണ്ണടച്ച് കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ആന്റിബയോട്ടിക്കുകൾ വേണ്ട രീതിയിൽ കഴിക്കാത്തത് കൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ അതിന്റെ ഡോസേജ് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് കഴിക്കാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും കുട്ടികളിൽ ഈ ആന്റിബയോട്ടിക് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അടുത്ത തവണ ഇതിന്റെ ഡോസേജ് അല്പം കൂട്ടേണ്ടി വരുന്നു. അതുമല്ലെങ്കിൽ പലപ്പോഴും ഇതിനോടുള്ള ഒരു റെസിസ്റ്റന്റ് ബോഡിയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകളോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ചില രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുത്താൻ ഇതെല്ലാം കാരണമാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഇതിനെ നോക്കിക്കാണുന്നത് അത് ആയുർവേദത്തിന്റെയും പ്രകൃതി ചികിത്സയുടെയും കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ ഇതിനെ നമ്മൾ കാണേണ്ടത്, ഇത് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി, നമ്മൾ പറയും ശരീരത്തിന് ഒരു പ്രാണനുണ്ട്, ഈ പ്രാണശക്തിയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടിയെന്നല്ല മുതിർന്നവരിലും എല്ലാം തന്നെ ഈ അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നല്ല രീതിയിലുള്ള നിലമുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വിത്ത് അല്ലെ മുളയ്ക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ശരീരം കഫം കെട്ടി, ശരീരത്തിൽ മാലിന്യങ്ങൾ കെട്ടി, ബാക്ടീരിയയോ വൈറസോ എന്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ രോഗാണുക്കൾക്കെല്ലാം കളിച്ച് തിമിർക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ആയിട്ട് കുട്ടിയുടെ ശരീരം നിലനിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ അസുഖങ്ങൾ അടിക്കടി ആവർത്തിച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിൽ ആന്റിബയോട്ടിക്കൽ കഴിക്കുന്നത്, അതുമല്ലെങ്കിൽ ബാക്കിയുള്ള മരുന്നുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇതിനു മുന്നേ IBS 2 ആഴ്ച മുന്നേ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ രീതിയിൽ ആന്റിബയോട്ടിക്കുകളും ബാക്കിയുള്ള മരുന്നുകളും സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉദരത്തിന്റെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയകളും ഉദരത്തിന്റെ ഉള്ളിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സിംബയോട്ടിക് എൻവയോൺമെന്റ് ഉണ്ട്. ഈ എൻവയോൺമെന്റിന് ഉദരത്തിന്റെ ഉള്ളിലെ സ്വാഭാവികമായിട്ടുള്ള ഈ ബാക്ടീരിയകളുടെ നാശം സംഭവിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള ബാക്ടീരിയകളുടെ ഈ നാശം സംഭവിക്കുന്നതും ഇതും പലപ്പോഴും
ബാക്കിയുള്ള അസുഖങ്ങളിലേക്ക്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കുട്ടിക്ക് പിന്നീട് വേണ്ട രീതിയിൽ പോഷകാംശങ്ങൾ, ഇത് സ്ഥിരമായിട്ട് മുതിർന്ന വീട്ടിലും ഈ സംഭവം ഉണ്ടാകും. അപ്പോൾ വേണ്ട രീതിയിൽ പോഷകാംശങ്ങൾ സ്വാംശീകരിക്കാൻ കഴിയാതെ വരുന്നു. ഇതുകൊണ്ടാണ് പലപ്പോഴും പനിയും ചുമയും എല്ലാം കുറെ കാലം അടിക്കടി നിൽക്കുന്ന കുട്ടികൾ ക്ഷീണിച്ചൊരു മാൽനറിഷ്ഡ് ലുക്ക് എന്ന് പറയും. ശരീരമല്ലാതെ മെല്ലിച്ച് ഉണങ്ങി ക്ഷീണിച്ച് വളഞ്ഞ് എല്ലാം വരുന്ന ഒരവസ്ഥ മാതാപിതാക്കൾക്ക് ആദ്യമാണ്. അവർ പലതും കുട്ടിയെ നിർബന്ധിച്ച് ഊട്ടാനായിട്ട് ശ്രമിക്കും, അടിച്ച് പാല് കുടിപ്പിക്കാൻ ശ്രമിക്കും, അതും അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാം കുത്തിച്ചെലുത്താനായിട്ട് ശ്രമിക്കും. ഇത് പലപ്പോഴും ഈ രീതിയിലുണ്ടായ ഡാമേജ് ആണ് പലപ്പോഴും നീണ്ട കാലഘട്ടത്തിൽ കുട്ടിക്ക് ഒരു മാൽനറിഷ്മെന്റിന് കാരണമാകുന്നത്. അപ്പോൾ പനിക്കോളുള്ള അതുമല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ശരീരത്തിൽ പനിയോ അതുമല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ഇൻഫെക്ഷ്യസ് പ്രോസസ് നടക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ആർക്കും തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുകയില്ല. നമ്മൾക്ക് തന്നെ കഫം ശരീരത്തിൽ വല്ലാതെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒന്ന് ചിന്തിക്കുക. നെറ്റിയിലും ഇവിടെയെല്ലാം കഫം കെട്ടി സൈനസൈറ്റിസ് എല്ലാം ഇളകി നിൽക്കുന്ന ഒരവസ്ഥയിൽ, അതുമല്ലെങ്കിൽ നല്ല ചുമയുള്ളപ്പോൾ, നല്ല പനിക്കോളുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ ആദ്യ പ്രക്രിയ വിശപ്പിനെ ഷട്ട് ഡൗൺ ചെയ്യുക എന്നതാണ്. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനുള്ള ഊർജത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ ശരീരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശക്തിയിലേക്ക് ശരീരത്തിന് മാറേണ്ടതുണ്ട്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇതിന്റെ ഒരു ഫലമായിട്ടാണ് പലപ്പോഴും പനിയും അനുബന്ധ രോഗങ്ങളും വരുമ്പോൾ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള സ്വാഭാവികമായും നാച്ചുറലായിട്ടുള്ള വിശപ്പില്ലായ്മയെ നമ്മൾ കുറെ ഭക്ഷണം കൊടുത്ത് അതിനെ അടിച്ചമർത്താനായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുട്ടിക്ക് അടിക്കടി റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് അതുമല്ലെങ്കിൽ പനി ഇതെല്ലാം ഉണ്ടാകുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതമായ ചില പൊടിക്കൈകളുണ്ട്. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പല മാതാപിതാക്കളോട് ഞാൻ പറയാറുണ്ട്, സ്ഥിരമായിട്ട് പരിപാടി കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം, 2-3 സംഗതികൾ നമ്മളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഞ്ഞു കുട്ടികൾ ഉള്ള വീടുകളിൽ നിർബന്ധമായിട്ട് ഒരു മലയാളി ഭവനമാണെങ്കിൽ നിർബന്ധമായിട്ട് വച്ചു പിടിപ്പിക്കേണ്ട 1-2 കാര്യങ്ങൾ. 1 പനിക്കൂർക്ക, 2 തുളസി. ഈ 2 സംഗതികൾ ഉണ്ടെങ്കിൽ തന്നെ, ഈ 2 ചെടികൾ ഉണ്ടെങ്കിൽ തന്നെ, പലപ്പോഴും തുളസി ഇവിടെ വച്ച് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ബാൽക്കണികളും മറ്റും എല്ലാ വീടുകൾക്കുമില്ല. തുളസിക്കാണെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ആവശ്യമാണ്. അതേപോലെ തന്നെ പരിചരണവും ആവശ്യമാണ്. പരിചരണം എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ അശുദ്ധമാകുന്ന രീതിയിൽ, അതായത് ഒരു മാലിന്യപരമായിട്ടുള്ള രീതിയിലെല്ലാം അതിനെ സമീപിക്കുകയൊക്കെയാണെങ്കിൽ തുളസിയുടെ വളർച്ച മുരടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ശാസ്ത്രീയമായി എന്താണ് അടിസ്ഥാനം പക്ഷെ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് ഒരു സാങ്ക്ടിറ്റിയോട് കൂടി അതുമല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെ നമ്മൾ വളർത്തേണ്ട ഒരു ചെടിയാണ് തുളസി. അതേപോലെ പനിക്കൂർക്ക. ഇത് രണ്ടും 10 രൂപയോ 15 രൂപയോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർജയിലും ദുബായിലും അതുമല്ലെങ്കിൽ പുജേറയ്ക്ക് പോകുന്ന വഴിയിലും എല്ലാം ചെടിക്കടകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പലരും തുളസി എന്റെ ക്ലിനിക്കിൽ തന്നെ കൊണ്ടുവരാറുണ്ട്. കാരണം ആളുകൾക്ക് തുളസി എന്ന് പറയുമ്പോൾ ഏത് തുളസി, രാമതുളസിയും ഉണ്ട്, കൃഷ്ണ തുളസിയും ഉണ്ട്. ഇതിൽ കൃഷ്ണ തുളസി തന്നെ ചോദിച്ചു വാങ്ങിക്കുക. അതായത് ചുമന്ന തണ്ടോട് കൂടിയുള്ള ആ ഇലകളിലും ചുവപ്പ് രാശിയുള്ള തുളസിയാണ് കൃഷ്ണ തുളസി. ഈ കൃഷ്ണ തുളസിക്കാണ് യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉള്ളത്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ചുക്ക്, കുറച്ച് ചുക്കും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കഫജമായിട്ടുള്ള കഫം കൂടുന്ന തരത്തിലുള്ള രോഗങ്ങൾക്കെല്ലാം തന്നെ ഇത് ഫലപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ ഒരല്പം തേൻ, ചെറുതേൻ, ശുദ്ധമായ ചെറുതേനും കുറച്ച് വാങ്ങിച്ച് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണമായിട്ട് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. നല്ല ശുദ്ധിയായി ഉണ്ടാക്കപ്പെട്ടതെന്ന് ഉറപ്പുള്ള ചെറുതേൻ നമുക്ക് കൊടുക്കാവുന്നത്. എന്നാൽ തന്നെ ഇൻഫൻസ് എന്ന് പറയും, അതായത് ഒരു 1.5 വയസ്സ് 1 വയസ്സിനെല്ലാം താഴെയുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് അറിയില്ല എത്രമാത്രം പ്യൂരിറ്റി. എന്നാൽ തന്നെ അതിന് മുകളിലുള്ള പ്രായത്തിലെല്ലാം തേൻ സ്ഥിരമായിട്ടൊന്ന് കൊടുക്കുന്നത് നന്നായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ പനിയും മറ്റും ഇളകിയിരിക്കുന്ന അതല്ലെങ്കിൽ പോലും തുളസി ഇട്ട് വച്ച വെള്ളം, ഇത് വെള്ളം കുട്ടികൾക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്തും മറ്റും കൊടുക്കുക. അതുമല്ലെങ്കിൽ ചുക്ക് ഒന്ന് ലൈറ്റായിട്ട്, വളരെ കൂടുതലായിട്ട് ചുക്കിട്ടല്ല, ചുക്കെന്ന് പറഞ്ഞാൽ ഡ്രൈഡ് ജിഞ്ചർ. അപ്പോൾ ഈ രീതിയിൽ ഈ ഉണങ്ങിയ ഇഞ്ചി അതുമല്ലെങ്കിൽ ചുക്കിട്ട തിളപ്പിച്ച വെള്ളം വളരെ ലൈറ്റായിട്ട്, അത് നല്ല എരിവാണ് അറിയാമല്ലോ, അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് അങ്ങനെയിട്ട് തിളപ്പിച്ച വെള്ളം കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നത് കഫത്തിനെ ഇളക്കി കളയാനായിട്ട് ഗുണകരമാണ്. ഇനി പനിയും മറ്റും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ നാട്ടിലെല്ലാം
ഇതിന്റെ കൂടെ പല ഗുളികകൾ ചേർത്ത് കൊടുക്കും. അതായത് തുളസി നീരും തേനും അതേപോലെ തന്നെ പനിക്കൂർക്ക വാട്ടി, അതിന്റെ പനിക്കൂർക്കയുടെ ഇല വാട്ടി അതിന്റെ നീര് പിഴിഞ്ഞ് ഇതെല്ലാം കൂടി ചേർത്ത് ചിലപ്പോൾ ചില ആയുർവേദ ടാബ്ലറ്റുകൾ, അത് കുട്ടിയുടെ അവസ്ഥ നോക്കിയിട്ടാണ്, ഇതിൽ ഒന്ന് ഉരച്ച് അത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതും ഇതിനെ വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. ഇമ്മ്യൂണിറ്റിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമുക്കൊരു ചുമ അല്ല, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ അതിന് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് തുളസി ഇട്ടിട്ടുള്ള വെള്ളം, തുളസി ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ നീരും എല്ലാം വാട്ടി ഒരല്പം ആ നീര്, ആ സത്ത് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ തണുപ്പുകാല ആരോഗ്യ പരിരക്ഷയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ ചെറിയുള്ളി, കൽക്കണ്ടം, അതെ, ഇതെല്ലാം ഇതിന്റെ എല്ലാം സമൂലം, ഇതിന്റെ എല്ലാം നീര്, അതും നമുക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നത് കുട്ടികളുടെ കഫം ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരമ്പരാഗതമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ അടിക്കടി ഉണ്ടാകുന്ന റെക്കറന്റ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് ഡോക്ടർ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് പല അസുഖങ്ങളും വരുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ കുട്ടികൾ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും അസുഖം അവരുടെ ശരീരത്തിലുള്ളപ്പോൾ, ഈ രീതിയിൽ ഇൻഫെക്ഷൻസ് അവരുടെ ശരീരത്തിലുള്ളപ്പോൾ അവർക്ക് ഭക്ഷണത്തിനോടുള്ള ഒരു താല്പര്യം കുറയും. ഈ അവസ്ഥയിൽ പല മാതാപിതാക്കളും ചെയ്യുന്നത് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ വാ തുറന്നു പിടിച്ച് പാലും ഇതിനൊക്കെ കുത്തി ചെലുത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തു, കണ്ണടകൾ വേണമെന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മളുടെ അടുത്ത് ഈ പറഞ്ഞ കുട്ടികളെയുമായി വരുമ്പോൾ പലപ്പോഴും നമുക്ക് സഹതാപം തോന്നും. കാരണം ഇന്നിവിടെ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മളുടെ നാട്ടറിവുകൾ നമ്മളുടെ കൈകളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. ഈ ഒരു നൊസ്റ്റാൾജി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ എല്ലാം പ്രായത്തിൽ തന്നെയുള്ള അമ്മമാർ പലപ്പോഴും വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് അറിയേണ്ട പല കാര്യങ്ങളും, ഒരു കുട്ടിയുടെ ആരോഗ്യ പരിചരണത്തിൽ അറിയേണ്ട പല കാര്യങ്ങളും അറിയാത്തവരുണ്ട്. ഇതിന്റെ കാരണം നമ്മളുടെ കൂട്ടുകുടുംബ സമ്പ്രദായം, കേരളത്തിന്റെ ആണിക്കല്ലായിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ മുത്തശ്ശിമാരിൽ നിന്നും മുത്തച്ഛന്മാരിൽ നിന്നുമെല്ലാം പകർന്നു കിട്ടേണ്ടിയിരുന്ന നാട്ടറിവുകൾ നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ കാര്യം പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പലർക്കും, പല മാതാപിതാക്കൾക്കും അറിയുന്നത്. കാരണം എല്ലാവരും തന്നെ പോളിഷ്ഡ് ആയിട്ടുള്ള സിറ്റി ലൈഫിൽ വളർന്ന് വന്നിട്ടുള്ളതാണ് പുതിയ തലമുറയിലെ മാതാപിതാക്കൾ. ഇവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ പാരമ്പര്യ രീതികളും ഇതുമൊന്നും എല്ലാവർക്കും തന്നെ പെനഡോളും സിറപ്പുകളെയും കുറിച്ചെല്ലാം കുറെ കൂടി അവബോധമുണ്ടെങ്കിലും നമ്മളുടെ നാടൻ രീതികൾ പലപ്പോഴും ഇതിനെല്ലാം വളരെ ഫലപ്രദമാണ് എന്ന ഒരു യാഥാർത്ഥ്യം, അറിവ് ഇവർക്ക് പലപ്പോഴും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏറ്റവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കഫം ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു കുട്ടിക്ക് പാല് ദയവ് ചെയ്ത്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അയ്യോ പാല് നിർത്തിക്കഴിഞ്ഞാൽ ഡോക്ടറെ പിന്നെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരില്ലേ? എന്തായാലും ഇവിടെയുള്ള കുട്ടികൾ, എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ പട്ടിണിയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ ഉണ്ട് എന്ന്. ഞാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ മാൽന്യൂട്രീഷൻ എന്നുള്ളത് രോഗങ്ങൾ ഉണ്ടായി അതിന്റെ ഫലമായിട്ട് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നില്ല, അല്ലാതെ പട്ടിണി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ കുട്ടികൾക്കില്ല. അതായത് പട്ടിണി എന്നതിൽ ഉള്ളതിനേക്കാളും പലപ്പോഴും സംഭവിക്കുന്നത് വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസ്, അത് വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് ശരീരത്തിൽ കിട്ടുന്നില്ല എന്ന അവസ്ഥ അത് സംജാതമാക്കപ്പെടുകയാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇപ്പോൾ പനിക്കോളും കടുത്ത നീർക്കെട്ടും കഫക്കെട്ടും എല്ലാം ഉള്ള സമയത്ത് ഒരാഴ്ചത്തേക്ക് പാല് വേണ്ട എന്ന് വെച്ചതുകൊണ്ട് പാലും മോരും തൈരും, അപ്പോൾ പ്രത്യേകിച്ച് പാലും പാലുൽപ്പന്നങ്ങളും ഈ ഒരു അവസ്ഥയിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം കഫജമായിട്ടുള്ള, കഫം ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പാനീയങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമുക്ക് തന്നെ അറിയാം, പാലുൽപ്പന്നങ്ങളും ശരീരത്തിൽ കഫം ഏറ്റവും അധികം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതേപോലെ തന്നെ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, അതായത് ഇവിടെ പല മാതാപിതാക്കളും ഒന്ന് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഇറച്ചി കൊടുക്കുന്നത് നല്ലതല്ല. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഷിബു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. യെസ്, നമസ്കാരം ഷിബു, ചോദിച്ചോളൂ. നമസ്കാരം. എനിക്ക് 5 മാസമായ ഒരു കുട്ടാണ്. അപ്പൊ ഞാൻ ചുമയും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, മാറുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അത് 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ എപ്പോഴും കുഞ്ഞിനെ നേരിട്ട് കണ്ട്
ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളും മറ്റും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ നമ്മൾ ഫോണിലൂടെ ശരി നിങ്ങൾ തുളസി നീര് കൊടുക്കൂ, അതും അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ നീര് കൊടുക്കൂ എന്ന് പറയുന്നത് അത്ര ഉചിതമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് അമ്മ ചില മരുന്നുകൾ കഴിക്കേണ്ടി വരും. കാരണം 5 മാസമെല്ലാം പ്രായമുള്ള കുഞ്ഞിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന മരുന്നുകൾ അത് ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും എല്ലാം അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുക മുല കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ, മുല വെക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ അമ്മയാണ്. അതെ, അപ്പോൾ ഓക്കെ. അപ്പോൾ അമ്മ ഇപ്പോൾ എന്തെങ്കിലും ആന്റിബയോട്ടിക് സിറപ്പുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറപ്പുകളോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ കുഞ്ഞിന്? സിറപ്പ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അഡോള് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇൻഫെക്ഷൻ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയും കൂടി ചില മരുന്നുകൾ കഴിക്കേണ്ടി വരും. കാരണം ഈ മരുന്നുകൾ അമ്മയുടെ ശരീരത്തിൽ സ്വാംശീകരിച്ച് മുലപ്പാൽ വഴിയാണ് കുഞ്ഞിന് എത്തേണ്ടത്. അപ്പോൾ എന്ത് മരുന്നുകൾ എന്നുള്ളത് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഫോണിലൂടെ മാത്രം സജസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. നേരിട്ട് ഒരു ആയുർവേദ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാ വിദഗ്ധനുമായി സംസാരിച്ച് നേരിട്ട് കുട്ടിയെ കണ്ടതിന് ശേഷം മരുന്നുകൾ തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോ ഈ ഒരു കോളറിന്റെ സംശയം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അമ്മയുടെ ഭക്ഷണക്രമം, കുട്ടിയുടെ ആരോഗ്യം. തീർച്ചയായും അത് വലിയൊരു പാർട്ട് ഇതിലുണ്ട്. ഈവൻ കാരണം നമ്മളുടെ പാരമ്പര്യ ചികിത്സകളെല്ലാം തന്നെ നമ്മൾ പറയും ഇതിന് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു അമ്മ കഴിക്കുന്ന ഭക്ഷണം ഒരു അമ്മയുടെ മാനസിക നില ഇതെല്ലാം തന്നെ ഭ്രൂണത്തിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുക. ഉദാഹരണത്തിന് ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അമ്മമാർ, പുകവലിക്കുന്ന അമ്മമാർക്ക് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉള്ള കുട്ടികൾ. ഇത് നമ്മളുടെ നാട്ടിൽ പുകവലിക്കുന്ന സ്ത്രീകൾ കുറവാണ്, എന്നാൽ ഇപ്പോൾ എണ്ണം കൂടി വരുന്നുണ്ട്. അതും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസിലും മറ്റും പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും പുകവലി എന്നുള്ളത് ശീലമാക്കി സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാരകമായിട്ടുള്ള ആരോഗ്യ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിക്കുന്ന സാത്വികമായ ഭക്ഷണം കഴിക്കുന്ന ഗർഭിണികൾ, ഇവരുടെ കുട്ടികൾ മാനസികമായിട്ട് കൂടുതൽ ശക്തിയുള്ളവരായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ADHD അടക്കമുള്ള പല പ്രശ്നങ്ങളും ഇന്ന് കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മ കഴിക്കുന്ന ഭക്ഷണം ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇതിനൊരു കാരണമാകുന്നു എന്നാണ് പരമ്പരാഗത ചികിത്സകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എപ്പോഴും അമ്മമാർ ഇതിന് ഓരോ ട്രൈമസ്റ്റർ അനുസരിച്ചിട്ട് നമ്മൾ ചില പ്രത്യേക ഭക്ഷണക്രമങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു 3 മാസം, പിന്നീട് 6 മാസം വരെ, പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം, ഈ അവസാന ട്രൈമസ്റ്ററിൽ കഴിയുന്നതും വല്ലാത്ത രീതിയിലുള്ള ഇറച്ചി, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള എന്താണ് പറയേണ്ടത്, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അമിതമായ ഭാരം കുട്ടിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള എരിവാണെങ്കിലും പുളിയാണെങ്കിലും മധുരമാണെങ്കിലും ഇതെല്ലാം ഗർഭിണികൾക്ക് നമുക്കറിയാം ചില കൊതികളുണ്ട് ഉണ്ടാകാം. പക്ഷെ ഈ കൊതികളുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒന്ന് നിയന്ത്രിച്ച് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടിയുടെ ആരോഗ്യം എന്നുള്ളത് ഇതിലൊരു ഫാക്ടറാണ്. ഓക്കെ, ഹലോ, നമസ്കാരം. എന്റെ പേര് കുട്ടനാണ്, ദുബായിലാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, എന്റെ പേര് കുട്ടനാണ്, ദുബായിലാണ് വിളിക്കുന്നത്. ചോദിക്കൂ കുട്ടാ. എനിക്ക് ഈ കോവിഡ് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചുമ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ പിന്നെ ഡ്രൈ കഫായിട്ട് മാറും. കഫൊന്നും പോകുന്നില്ല, പക്ഷെ ചുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് മാറിപ്പോയില്ല. പിന്നെ നാട്ടിൽ പോയിട്ട് ചികിത്സിച്ചാൽ അത് മാറുന്നുള്ളത്. ഓക്കെ, നാട്ടിൽ പോയിട്ട് എന്ത് ചികിത്സയാണ് സാധാരണയായിട്ട് കുട്ടൻ ചെയ്യാറുള്ളത്? മറ്റേ ആയുർവേദം കഴിക്കാറുണ്ട്, മറ്റേ ഈ ഇംഗ്ലീഷ് മെഡിസിനും കഴിക്കാറുണ്ട്. ഓക്കെ, നെബുലൈസ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, കുട്ടൻ ഇവിടെ എന്താണ് ജോലി, എന്താണ്? ഇപ്പൊ ജോലിയൊന്നും ഇല്ല, എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 66 വയസ്സായി. ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയുള്ളതൊന്നുമില്ല. ഞാൻ യോഗ ചെയ്യുന്നുണ്ട് 1 മണിക്കൂർ. ഓക്കെ, യോഗയിൽ പ്രാണായാമങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? പ്രാണായാമം അങ്ങനെ ചെയ്യുന്നില്ല. പ്രാണായാമങ്ങളൊന്നും ചെയ്യുന്നില്ല. സൂര്യനമസ്കാരം ചെയ്യാറുണ്ട്, സർവാംഗാസനം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടന്റെ ഒരു അവസ്ഥ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കാലാവസ്ഥയോടുള്ള പൊരുത്തക്കേട് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഈ അലർജിക് ആയിട്ടുള്ള കോഫാണ് ഈ പറഞ്ഞ രീതിയിൽ ഡ്രൈ കോഫ് ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്തെല്ലാമോ നമ്മളുടെ അന്തരീക്ഷത്തിലെ
ചില വസ്തുക്കൾ അത് എന്താണ് എന്നുള്ളത് എന്തായാലും തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്ത് ഈ ഒരു ട്രിഗർ, അതായത് ശരീരത്തിന് ചുമയുണ്ടാക്കുന്നത് ഏത് ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവയെ തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2, രോഗപ്രതിരോധ ശേഷി. ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമാണ്. മുതിർന്നവരിലും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ യോഗ ചെയ്യുന്നയാളാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രാണായാമങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് പരിശീലിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും പല കാരണം ഇത് നമ്മളുടെ നേസൽ പാത്വേസ് ഹൈപ്പർ സെൻസിറ്റീവ് ആവുക എന്ന് പറയും. അതായത് ചില പൊടികളോട് അതുമല്ലെങ്കിൽ ചില മാലിന്യങ്ങളോട് നമ്മളുടെ നാസാരന്ധ്രങ്ങളും അതേപോലെ തന്നെ ശ്വാസനാളികളും അമിതമായിട്ട് പ്രതികരിക്കുന്നു. ഒരു സാധാരണക്കാരന് ഒരു 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ 2 മാത്രമുള്ള ഒരു പ്രതികരണം കുട്ടന്റെ ശ്വാസനാളി അത് ഒരു 4 or 6 ആയിട്ട് പ്രതികരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ ഒതുക്കിയെടുക്കുവാനായിട്ട് യോഗയിലെ പ്രാണായാമങ്ങൾക്ക് വളരെ ശക്തി ആയിട്ടുള്ള ഫലമുള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നാഡിശുദ്ധി പ്രാണായാമം, സൂര്യാനുലോമ പ്രാണായാമം തുടങ്ങിയ പ്രാണായാമങ്ങൾ അഭ്യസിക്കുന്നത് ഇതിന് വളരെ ഗുണപ്രദമായിരിക്കും. അത് പ്രത്യേക കൗണ്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു നല്ല യോഗയെക്കുറിച്ച് നല്ല ഉൽപ്പത്തിയുള്ള ഡോക്ടറുടെ അടുത്ത് നിന്നോ അതുമല്ലെങ്കിൽ യോഗ ട്രെയിനർ ആണെങ്കിൽ നല്ല സയന്റിഫിക് ആയിട്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു യോഗ ട്രെയിനറുടെ അടുത്ത് നിന്ന് യോഗ പരിശീലിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്, അതേപോലെ തന്നെ യോഗയിലെ ജലനേതി, സൂത്രനേതി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക അഭ്യാസങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ നേസൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇതൊന്ന് കുറച്ചെടുക്കാനും ഇതേപോലെയുള്ള ഈ സിംറ്റംസിനെ കുറയ്ക്കാനും വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചെറിയ റെമഡീസ്, ഒന്ന് തുളസിനീര് സ്ഥിരമായിട്ട് കഴിക്കുന്നത്, അതേപോലെ തന്നെ ചുക്ക് ചെറിയ രീതിയിൽ ചുക്കിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്, ഇതെല്ലാം തന്നെ ശരീരത്തിന്റെ ഈ ഒരു കവച പ്രകൃതം കുറയ്ക്കാനും ചുമയുടെ ഈ കുത്ത് നിയന്ത്രിക്കാനും എല്ലാം തന്നെ സഹായകമായിട്ടാണ് കാണുന്നത്. പിന്നീട് ബാക്കി എന്തെങ്കിലും മരുന്നുകൾ, കഷായങ്ങളോ അരിഷ്ടങ്ങളോ ഇതെല്ലാം കഴിക്കണോ, അതല്ല വേറെ പ്രകൃതിദത്തമായിട്ടുള്ള ചില പൊടികളും ഇതുമെല്ലാം ഉണ്ട്, ഇതിന് പൊടിക്കൈകളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരു നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രം നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. എന്തായാലും യോഗ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പരിശീലിച്ച് തുടങ്ങും. 1 മാസമെങ്കിലും ഈ പറഞ്ഞ പ്രാണായാമങ്ങളൊന്ന് പരിശീലിച്ച ശേഷവും മാറ്റം കാണുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, ശരി. അത് പിന്നീട് NTVയിലേക്ക് ഈ പരിപാടി കഴിഞ്ഞ് തരുന്നതാണ് കേട്ടോ. ഓക്കെ, ശരി, സന്തോഷം. ഡോക്ടർ, നമ്മളപ്പം ഭക്ഷണ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് മുമ്പ് നമുക്ക് ഒരു പ്രേക്ഷകരോട് ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ഹായ്, ഇതാരാണ്? നബീന. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ് ഡോക്ടർ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഞാന് ഇപ്പൊ ഡോക്ടർ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം സംശയം ചോദിക്കാനായിരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നു ഇപ്പം ഈ ഭക്ഷണം കഴിക്കാത്തത് ഒരുപക്ഷെ ഉള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവുമ്പോഴാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ മോനിപ്പോ 9 മാസം ആണ്. പക്ഷെ ആൾക്ക് അങ്ങനെ അസുഖമൊന്നുമില്ല. പക്ഷെ ആള് ഭക്ഷണം ഇപ്പൊ എന്താ കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നില്ല. ഒട്ടും കഴിക്കുന്നത് ഒരു സോളിഡ് ആയിട്ടാണെങ്കിലും ചോറായാലും സാധാരണ കഴിക്കുന്നതിനേക്കാളും ഒട്ടും കഴിക്കാത്ത ഒരു അവസ്ഥയാണ്. ഇന്ന് പ്രോഗ്രാം ആകുമ്പോൾ ഞാൻ മോനിപ്പോ കഴിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷെ അത് ഈ 2 ദിവസം മുന്നേ മോൻ ചെറുപ്പം മൂക്കുരുക്ക് പോലെ വന്നെങ്കിലും പിന്നീട് അത് മാറി. വേറെ മെഡിസിൻ ഒന്നും കഴിക്കാതെ തന്നെ അതൊന്ന് കുറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഓക്കെ, ഇത് കുട്ടിയുടെ ശോധനയൊക്കെ എങ്ങനെയുണ്ട് വയറ്റിൽ നിന്ന് പോകുന്നത്? ഇപ്പൊ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം എന്ന രീതിയിൽ പോകും. അത് ഉറച്ചാണോ പോകുന്നത് അതോ ഇളകിയാണോ? എങ്ങനെയാണ് വയറ്റിൽ നിന്ന് പോകും? ഓക്കെ, വയറ് ഗ്യാസ് കെട്ടി നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടോ? വയറിങ്ങനെയുള്ള അല്പം വീർത്ത് നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞിനെ നോക്കിയിട്ട് തോന്നുന്നുണ്ടോ? വയറിന്റെ നമ്മൾ പറയില്ല സ്തംഭനം അല്ലെങ്കിൽ കല്ലിപ്പ് എന്ന് പറയും. ഇതാണ് നമ്മൾ നാടൻ ഭാഷയിൽ വയറൊന്ന് തൊട്ട് നോക്കുമ്പോൾ കുട്ടി കരയുക, അതുമല്ലെങ്കിൽ വയറ് ഞെക്കുമ്പോൾ ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടിക്ക് ഇത് ഉരമരുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന്, ഇത് നമ്മളുടെ നാട്ടിലെല്ലാം ഉരമരുന്ന് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ?
ഇല്ല. അപ്പോൾ ഉരമരുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ചെറുതായിട്ട് മുലപ്പാലിലോ ഇപ്പോൾ മുലയൂട്ടുന്നുണ്ടല്ലോ അല്ലേ കുഞ്ഞിനെ? ഓക്കെ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ. കാരണം ഞാൻ ഒരിക്കലും ഈ മരുന്നുകൾ നേരിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ പറയുന്നതിനോട് അനുകൂലിക്കുന്ന ഒരു ആളല്ല ഞാൻ. അതുകൊണ്ടാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് പരമ്പരാഗത ചികിത്സകൾ, ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും എല്ലാം തന്നെ ലക്ഷണം, പ്രകൃതം ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരാളുടെ ഇത് തീരുമാനിക്കാൻ. അതല്ലെങ്കിൽ ഇതും ആധുനിക വൈദ്യശാസ്ത്രവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ നമുക്കൊന്ന് കുഞ്ഞിനെ കാണാതെ എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറോ ഭിഷകരനോ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് ഈ കുഞ്ഞിനെ ഒന്ന് കാണിച്ച് എന്നിട്ട് ഈ പറഞ്ഞ മരുന്ന് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക്, ഞാൻ നേരിട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത്, ഈ കുട്ടിക്ക് ഈ ഉരമരുന്ന് കൊടുക്കുന്നത് ഉചിതമാണോ, അത് ഏത് അനുപാനത്തിൽ? ഉദാഹരണത്തിന് ഉരമരുന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് തേനിൽ കൊടുക്കാം, അതുമല്ലെങ്കിൽ മുലപ്പാലിൽ കൊടുക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചെറു ചൂടോടുകൂടി പശുവിന്റെ പാലിലായിരിക്കാം. അപ്പോൾ എന്ത് അനുപാനത്തിൽ വേണം ഇത് കൊടുക്കാൻ എന്നുള്ളതെല്ലാം നമുക്ക് ഒന്ന് നോക്കിയിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. അതേപോലെ എനിക്ക് തോന്നുന്നു കുട്ടിക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലബന്ധം ഉണ്ട് എന്നാണ്. കാരണം ഒരു ദിവസം തന്നെ പോകുന്നത് അത്ര വേണ്ട രീതിയിലുള്ള ഒരു ശോധനയായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും, കാരണം കുഞ്ഞിന്റെ മനസ്സ് ഏറ്റവും നന്നായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുക അമ്മയ്ക്ക് തന്നെയാണ്. അപ്പോൾ അമ്മയുടെ ഫീലിംഗ് തന്നെയാണ് കുഞ്ഞിന്റെ ഫീലിംഗ് എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനും വേണ്ട പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ ധാരാളം രീതിയിലുള്ള മരുന്നുകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട്, ഒരു പ്രോഗ്രാമിൽ ഇത് പറയാനുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് എനിക്കത് പറയാനായിട്ട് സാധ്യമല്ല. എന്തായാലും ഇത് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് സാധാരണ കുട്ടികളിലെല്ലാം നമ്മൾ ശൂല എന്ന് പറയും. ചെറിയ രീതിയിൽ വയറിന് ഈ പറഞ്ഞ രീതിയിൽ വേദന, അസ്വസ്ഥത ഇതെല്ലാം സാധാരണമായിട്ട് കാണുന്നതാണ്. അതുപോലെ ഇതിന് മുത്തങ്ങ, ഇത്രയും ചെറിയ കുട്ടിയെ ആയതുകൊണ്ട് ഞാനിത് പരീക്ഷിച്ച് നോക്കാൻ പോലും ഞാൻ പറയാത്തത് അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ മുത്തങ്ങ നമ്മൾ സാധാരണ മോരിലോ അതുപോലെ പാലിലെല്ലാം അരച്ചു കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ അവസ്ഥയ്ക്ക് നല്ലതാണ്. പക്ഷെ കുട്ടിയെ നേരിട്ട് കാണാതെ ഒരു അഭിപ്രായം പൂർണ്ണമായിട്ട് ഇത് നന്നാകും എന്നെനിക്ക് പറയാൻ സാധിക്കുകയില്ല. ഒരു കൺസൾട്ടേഷന് ശേഷം തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഉപാധികളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നത് കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് തീർച്ചയായിട്ടും കുട്ടി അതെ കേട്ടോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അമ്മയുടെ മനസ്സും ശക്തമായിട്ടിരിക്കണം, എങ്കിലാണ് കുട്ടിയും ശക്തിയായിട്ട് വരികയുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ പരിഹാര മാർഗങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ കോൾസിനൊക്കെ പോകുന്നത് നമ്മൾ ഭക്ഷണക്രമം ഒക്കെ അതിന് മുമ്പ് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, പേര് പറഞ്ഞോളൂ, ഇതാരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, എന്റെ മോക്ക് 3.5 വയസ്സായി. ഓക്കെ. അപ്പൊ അവർക്ക് ഒരു അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു. വീറ്റും അലർജിയാണ്, കുട്ടിക്ക് പൊടിയും അലർജി ആയിട്ടാണ് ടെസ്റ്റ്. എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞത്? എന്താണ്? വീറ്റ് അലർജി. ഓക്കെ. അതെ. അപ്പം ഞങ്ങള് നാട്ടിലും കാണിച്ച് ഇവിടെയൊക്കെ കാണിച്ചിട്ട് ടിപ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ ഇപ്പൊ അത് റെഗുലറായിട്ട് കുറച്ച് മാസം ചൊറിച്ചില് വരുന്നുണ്ട് നമുക്ക്. അത് സിട്രസിൻ സിറപ്പാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് കൊടുക്കുന്നത്. കണ്ടിന്യൂസ് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് സിറപ്പുകളും മറ്റും കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നമ്മളുടെ വീടുകളിൽ നിർബന്ധമായിട്ടും നമ്മൾ വളർത്തേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് തുളസിയും പനിക്കൂർക്കയും കേട്ടോ. ഈ പനിക്കൂർക്ക നീരും അതുപോലെ തന്നെ പനിക്കൂർക്ക ഒന്ന് വാട്ടിയിട്ട് വേണം അതിന്റെ നീര് പിഴിഞ്ഞെടുക്കുക. അതിന്റെ ഒപ്പം തന്നെ സമമായിട്ട് തുളസി, കൃഷ്ണ തുളസിയുടെ ഇല അതും പിഴിഞ്ഞ് അതിന്റെ നീര് കേട്ടോ. ഈ 2 നീരില് ഒരല്പം തേനും കൂടെ ചാലിച്ച് അത് ദിവസേന ഒരു 2 നേരം കുട്ടിക്ക് കൊടുക്കുന്നത്, രാവിലെ വെറും വയറ്റിലും അതേപോലെ തന്നെ രാത്രിയിലും ഒന്ന് കൊടുക്കുന്നത് പൊതുവെ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ചുക്ക് വളരെ കുറച്ച് മാത്രയിൽ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം, ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കുട്ടിയുടെ ശരീരത്തിലുള്ള കഫവും മറ്റ് മാലിന്യങ്ങളും എല്ലാം പുറത്തേക്ക് തള്ളാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കഫപ്രകൃതമാണ് കുട്ടിക്ക് ഈ രീതിയിൽ അടിക്കടി ഇൻഫെക്ഷൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 2 മാർഗങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ സാധാരണയായിട്ട് നമ്മൾ
ഇതിന്റെ കൂടെ ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ തുളസിയുടെയും അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയുടെയും നീരിന്റെ കൂടെ ചില ഗുളികകൾ, ഉദാഹരണത്തിന് ആയുർവേദ ഭിഷക്കറ്റിലാണെങ്കിൽ ഇതിന്റെ കൂടെ കൊമ്പൻ ജാതി ഗുളിക, അതും അല്ലെങ്കിൽ ഇങ്ങനെ ഗോപിചന്ദ്രൻ, അതിങ്ങനെ പല ഗുളികകൾ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അതല്ലെങ്കിൽ വേറെ ചില മരുന്നുകൾ പ്രകൃതി ചികിത്സകരാണെങ്കിൽ ഇതിന്റെ കൂടെ പറയാറുണ്ട്. അപ്പോൾ ആടലോടകത്തിന്റെ മറ്റും നീര്, അത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് തരത്തിലുള്ള മരുന്നായിരിക്കും കുട്ടിയുടെ പ്രകൃതത്തിന് ഉതകുക എന്ന് മനസ്സിലാക്കി അതുകൂടി ഈ പറഞ്ഞ നീരിൽ ചാലിച്ചു കൊടുക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ ഇത് കഴിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടിക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഈ പറഞ്ഞ മാർഗങ്ങളൊന്ന് നോക്കുക. പിന്നീട് ഈ പറഞ്ഞ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ വേറെ എന്തെങ്കിലും കഷായങ്ങളോ മരുന്നുകളോ മറ്റോ കഴിക്കണോ എന്നുള്ളത് ഒന്ന് നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം ഉറപ്പ് വരുത്തുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ അതുപോലെ കുട്ടിയെ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിലും മറ്റും വളരെ കടുത്ത പഥ്യങ്ങൾ തന്നെ കുട്ടിയാണെങ്കിൽ പോലും പാലിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ വീറ്റ് അലർജി ഉണ്ടെന്ന് പറഞ്ഞു, പൊടിയോട് അലർജി ഉണ്ട് എന്നെല്ലാം. അതെ, അപ്പോൾ അമിതമായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ സംസ്കാരം, അതേപോലെ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, പൊരിച്ച സാധനങ്ങൾ, സ്നാക്കിംഗ്, ഇതെല്ലാം തന്നെ കുട്ടിയിൽ ഈ ഒരു സ്വഭാവത്തിൽ നിന്നെല്ലാം മാറ്റി വളർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതാണ്. പിന്നെ ലളിതമായിട്ടുള്ള ചില ബ്രീത്തിങ് ടെക്നിക്സ് എല്ലാം കുട്ടിയാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ യോഗയുടെ രീതിയിൽ വേണ്ട, എന്നാൽ തന്നെ ഒന്ന് ശാന്തമായിട്ട് ശ്വസിക്കാനും മറ്റും കുട്ടിയെ പഠിപ്പിക്കുന്നത് നേസൽ പാത്ത് വേസ് ക്ലിയർ ആകാനായിട്ട് സഹായിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും കുട്ടിക്ക് ഗുണകരമായിട്ടുള്ള ആരോഗ്യ വന്ന് ഭവിക്കും. അതാണ് ഞാൻ ഇതെല്ലാം നമ്മൾ ഒരു രോഗത്തിനും, ഇവിടെ ക്യാൻസർ വരെ ആളുകൾ മനോധൈര്യം കൊണ്ട് കീഴടക്കുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കുട്ടിയെ നമ്മളൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇപ്പോഴേ പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അലർജി എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട ഒരു ഭീകരനായിട്ട് വളരുകയില്ല. തെറ്റായ ഭക്ഷണക്രമവും തെറ്റായ ജീവിത രീതികളും പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് മരുന്നുകൾക്ക് അടിമയായിട്ടുള്ള ഒരു ജീവിതം ഒരാൾക്ക് നയിക്കേണ്ടി വരുന്നത്. ഒരിക്കലും പ്രകൃതി ചികിത്സാ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ആയുർവേദ വിധിപ്രകാരമുള്ള ഒരു ജീവിത തത്വം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. രോഗം ഉള്ള അവസ്ഥകളിൽ ഈ പറഞ്ഞ നമ്മൾ പാലിക്കേണ്ട പഥ്യങ്ങൾ പാലിച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടിയെന്നല്ല മുതിർന്നവർക്കും ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തടുത്തു നിർത്താനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് ഭയക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരമ്പരാഗത ചികിത്സാ രീതികളും വരുന്നത്. നമുക്ക് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് പല കോളേഴ്സ് വന്ന് ഓരോ കോളേഴ്സിന്റെയും അനുഭവം അല്ലെങ്കിൽ ആ രോഗം വ്യത്യസ്തപ്പെട്ടിരുന്നു. അപ്പൊ നമുക്ക് അതിനൊക്കെ ഒരു മറുപടി നൽകാൻ നമുക്ക് സമയം കണ്ടെത്തി. എന്നാൽ ഈ ഒരു എന്താണ് ഈ ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. നമുക്കത് അടുത്ത ദിവസത്തേക്കായിട്ട് മാറ്റി വയ്ക്കാം. അപ്പൊ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഓറ ആയുർവേദിക് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.